ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. റീചാർജ് ചെയ്യുന്ന. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കമ്പോണൻസ് ഉണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുക. ഇത് നമ്മുടെ 3.7 വോൾട്ട് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചാർജ് ചെയ്യാനുള്ള ഒരു മൊഡ്യൂളാണിത്. അതിൻ്റെ ബാറ്ററി പ്ലസും മൈനസും വരുന്നുണ്ട്, ഔട്ട്. അതേപോലെ USB ചാർജ് ലഭിച്ചു. പിന്നെ നമ്മുടെ ഓഡിയോ റിസീവ് ചെയ്യാൻ വേണ്ടി ബ്ലൂടൂത്ത് റിസീവ് ചെയ്യുന്ന ഓഡിയോ റിസീവറാണിത്. അത് നമ്മൾ നേരെ നമ്മുടെ ഫോണിൽ നിന്നൊക്കെ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ബോർഡാണിത്. ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഔട്ട്പുട്ടുകളുള്ളതാണിത് ചാനലിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു തരുന്ന റിസീവ് ചെയ്യുന്ന ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണിത്. അതേപോലെ തന്നെ ഇതിനൊക്കെ പവർ ചെയ്യിക്കാനുള്ള 3.7 വോൾട്ടിൻ്റെ ലിഥിയം പോളിമർ ബാറ്ററിയാണിത്. നമ്മുടെ ഓഡിയോ റിസീവറിനുള്ള ഔട്ട്പുട്ടിന് കിട്ടാൻ വേണ്ടിയില്ല രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിലേക്ക് കൊടുക്കാനുള്ള ഔട്ട്പുട്ടായ രണ്ട് സ്പീക്കർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ചെറിയ രണ്ട് സ്പീക്കർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ കേസായിട്ട് അതുപോലെ സ്പീക്കറെ കണക്ട് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. വാച്ചിൻ്റെ കേസാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇലക്ട്രോണിക് സ്വിച്ചിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഒരു സാധാരണ സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കുന്ന ബോർഡിൽ ഇലക്ട്രോണിക് സ്വിച്ചിങ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പവർ ബാറ്ററിയിലെ സപ്ലൈ ഓഫ് ആക്കാൻ വേണ്ടിയാണ് സ്വിച്ച് യൂസ് ചെയ്തത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കേസിലേക്ക് ഈ ഒരു സ്പീക്കർ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് അവിടെ ഹോളില്ലെങ്കിൽ നമ്മുടെ സൗണ്ട് പുറത്തേക്ക് വരില്ല. അപ്പോൾ ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് റൗണ്ടിൽ നമ്മൾ കുറച്ച് രണ്ട് ഭാഗത്തെ സ്പീക്കറും രണ്ട് സൈഡിലാണ് വെക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഹോള് ഈ അതുപോലെ ഈ കേസിലും അതേപോലെ തന്നെ ഇതിൻ്റെ അടപ്പിൽ നമ്മൾ സ്പീക്കർ വെക്കുകയാണ്. രണ്ട് ഭാഗത്തേക്ക് കേൾക്കാൻ വേണ്ടി ലെഫ്റ്റ് റൈറ്റും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും സൗണ്ട് പുറത്തേക്ക് വരാണ്ട് നമുക്ക് ഓരോ ചെറിയ കുഞ്ഞു ഹോളുകളുണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വിച്ചും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഈ സ്വിച്ചിൻ്റെ അതേ ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ നമ്മുടെ ചാർജ് മൊഡ്യൂളും അതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് USB വരുന്ന USB ചാർജിങ് പോർട്ടിൽ നിന്നാണ് നമുക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ചാർജിങ് പോർട്ട് നമുക്ക് പുറത്തേക്ക് കാണണം. നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജ് തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ അതും നമ്മൾ തുളച്ചെടുക്കുകയാണ്. അതുപോലെ സ്വിച്ചും അതുപോലെ രണ്ട് ഭാഗത്തുള്ള കേസുകളും നമ്മൾ തുളച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേസൊക്കെ കട്ട് ചെയ്തതും അതുപോലെ തന്നെ എൻ്റെ ഹോളുകൾ ഇട്ടതിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടില്ല. വീഡിയോയുടെ ലെങ്ത്ത് കൊടുത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ നേരെ തുളച്ചത് നിങ്ങൾക്ക് ഞാനിത് ചെറിയ ഡ്രില്ല് ഉപയോഗിച്ചാണ് തുള ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈഡിലത് നമ്മൾ സോൾഡറിങ് ആൻഡ് ഉപയോഗിച്ചോ പ്ലാസ്റ്റിക് ആയിട്ട് സോൾഡറിങ് ആൻഡ് ഇത് ഉപയോഗിച്ചോ നമുക്ക് ചെറിയ ഹോളിടാം. നമ്മൾ ആദ്യം തന്നെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡിലേക്കാണ്. ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നിങ്ങളോട് കാണാം, പ്ലസ് മൈനസ് ഉണ്ട്. നമ്മൾ ലെഫ്റ്റ് ഔട്ട് എന്നൊക്കെ കാണാം. അതിൽ പ്ലസ് ലെഫ്റ്റ് എന്നുണ്ടാവും. അത് നമ്മൾ ഒരു സ്പീക്കറിൻ്റെ നമ്മൾ നേരത്തെ സോൾഡർ ചെയ്ത് വെച്ചതാണ്. സ്പീക്കറിൽ രണ്ട് വയറുള്ള വയർ നമ്മൾ എടുത്തിട്ട് പ്ലസ് മൈനസ് ഇതിലേത് മാറിയാലും പ്രശ്നമില്ല, വർക്കിംഗ് കറക്റ്റായിരിക്കും. സബ്ബും എന്നൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് മൈനസ് മാറിയാൽ പ്രശ്നമുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലെ പ്ലസ്സിലും മൈനസിലും നമ്മൾ ഒരു ചാനലിൻ്റെ പ്ലസും മൈനസും കൊടുക്കും. അതേപോലെ തന്നെ മറ്റേ സ്പീക്കറിൻ്റെ ലെഫ്റ്റും റൈറ്റും നമ്മൾ റൈറ്റ് ചാനലും കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് ചാനലിൻ്റെ ഔട്ട്പുട്ടിൻ്റെ നമ്മൾ വയറിങ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് 5 വോൾട്ട് സപ്ലൈ കൊടുക്കണം. അപ്പോൾ അതിൽ പ്ലസും മൈനസും ഉണ്ട്. അപ്പോൾ വലത്ത് ഭാഗത്തുള്ളത് നെഗറ്റീവ്, അതുപോലെ തന്നെ ഇടത്ത് ഭാഗത്തുള്ളത് പ്ലസ്സും ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കൊടുക്കാനുള്ള വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ് വയർ പ്ലസ്സിനും അതുപോലെ തന്നെ ഗ്രീന് നെഗറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ട് ഇൻപുട്ടുകൾ കൊടുക്കാറുണ്ട്. അതായത് ഓഡിയോ റിസീവറിൽ നിന്ന് വരുന്ന ബ്ലൂടൂത്ത് റിസീവറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ നമ്മൾ കൊടുക്കണം. അതിൽ L എഴുതിയത് ലെഫ്റ്റ് ചാനലിലെ ഇൻപുട്ടും അതുപോലെ R എഴുതിയത് റൈറ്റ് ചാനലിലെ ഇൻപുട്ടും. അതിൽ നമുക്ക് T എന്ന് എഴുതിയിട്ടുണ്ട്, അത് അതിൻ്റെ എർത്തുമാണ്. ഓഡിയോ റിസീവറിൻ്റെ മുകളിലും അതുപോലെ തന്നെ ആംപ്ലിഫയറിൻ്റെ മുകളിലും ഒരേ എഴുത്താണുള്ളത്. അപ്പോൾ അതിൽ ഒന്നിലൊന്ന് ലെഫ്റ്റ് ഔട്ടെന്നും റൈറ്റ് ഔട്ടെന്നും മാത്രമേ ഇല്ല. അപ്പോൾ മറ്റുള്ള Tക്ക് പകരം ഇതിൽ ഓഡിയോ റിസീവറിൽ നമുക്ക് GND എന്ന ഗ്രൗണ്ട് രണ്ടും സെയിം ആണ്. T എന്നുള്ളടത്തിൽ നമ്മൾ GND ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെയും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റിസീവറിൻ്റെയും ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇതിലേക്കുള്ള പ്ലസ്സും മൈനസും നമ്മൾ കൊടുത്തിരുന്നു, ഒരു റെഡും ഗ്രീനും. അതേപോലെ തന്നെ നമ്മുടെ ഓഡിയോ റിസീവറിൻ്റെയും പ്ലസ്സും മൈനസും നമ്മൾ ഇതേ ഗ്രീൻ തന്നെ നമ്മൾ അവിടെ സോൾഡർ ചെയ്യുകയാണ്. ആംപ്ലിഫയറിൻ്റെ അതുപോലെ തന്നെ ഓഡിയോ റിസീവറിൻ്റെ നമ്മൾ പ്ലസും മൈനസും നമ്മൾ ഗ്രീൻ വയർ കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു, ഗ്രീനും റെഡും. അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു പ്ലസും മൈനസും നമ്മൾ പുറത്തേക്ക് ഒന്ന് എടുക്കണം. അത് നമ്മൾ അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് TP 4056 ചാർജ് മോഡിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള
അപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ പ്ലസ്സും മൈനസും നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിയാണ്, പോളിമർ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ആ പോളിമർ ബാറ്ററിയുടെ പ്ലസ്സും മൈനസും നമ്മൾ ഇതിൻ്റെ പ്ലസ്സും മൈനസിലേക്ക് നമ്മൾ സോൾഡർ ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ചാർജ് മൊഡ്യൂളിൻ്റെ നെഗറ്റീവ്, അതുപോലെ തന്നെ നമ്മളെ ബാറ്ററിയും പിടിക്കുന്ന എർത്ത് വയറും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആംപ്ലിഫയറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ BT റിസീവറിൻ്റെയും നെഗറ്റീവ് സപ്ലൈക്ക് വേണ്ടി നമ്മളൊരു ഗ്രീൻ വയർ പുറത്തേക്ക് ഇട്ട് വരുന്നു. ആ ഒരു വയറും അതുപോലെ തന്നെ ഈ ഒരു മൊഡ്യൂളിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന ഈ മൊഡ്യൂളിൻ്റെ ഇതിൻ്റെ നെഗറ്റീവ് സപ്ലൈ നമ്മൾ പിരിച്ച് ഡയറക്റ്റ് ഈ മൊഡ്യൂളിലേക്ക് തന്നെ സോൾഡർ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാർജ് മൊഡ്യൂളിൻ്റെ പ്ലസ്സിലേക്ക് നമ്മൾ ബാറ്ററിയുടെ പ്ലസ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു എക്സ്ട്രാ റെഡ് വയറും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ റെഡ് വയറും നമ്മുടെ ബാറ്ററിയുടെ ടെർമിനലായ പ്ലസ് വയറും നമ്മൾ ഒന്നിച്ച് പിരിച്ചിട്ട് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്ലസ്സിലേക്ക് സോൾഡർ ചെയ്യുകയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് 2 വയറാണ് ബാക്കി വരുന്നത്. നമ്മുടെ ആംപ്ലിഫയറും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റിസീവറിൽ നിന്ന് വരുന്ന പ്ലസ് വയർ, രണ്ടും പാടെ ജോയിൻ ചെയ്ത പ്ലസ് വയറും, അതുപോലെ നമ്മുടെ ഈ ബാറ്ററി നമ്മുടെ ചാർജിങ് മൊഡ്യൂൾ ഒന്നിച്ച് സോൾഡർ ചെയ്ത് അതിലുള്ള ഒരു പ്ലസ് വയറും നമ്മൾ നേരെ ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ബാറ്ററി എപ്പോഴും ഓൺ ആവാത്ത വിധത്തിൽ നമ്മൾ സ്വിച്ചിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വിധത്തിൽ ആ 2 വയർ നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് കൂടെ പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മളത് സോൾഡർ ചെയ്യുന്നത്. നമ്മുടെ സ്വിച്ച് മുകളിൽ നിന്ന് പ്രസ് ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ നിന്ന് നേരെ പുറത്തേക്ക് എടുത്തത്. അപ്പോൾ നമ്മൾ ഉള്ളോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ സ്വിച്ചിൽ സോൾഡർ ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വയറിങ് ഒക്കെ സ്വിച്ചും ഒക്കെ മൊത്തം വർക്ക് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ കേസിലേക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരെ 2 മൂടിയിൽ വരുന്നതിൻ്റെ ഇതിലേക്ക് നമ്മുടെ സ്പീക്കർ ഗ്ലൂഗൺ ഇട്ട് ഒട്ടിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ മൂടിയിലും അതേപോലെ തന്നെ എൻ്റെ കേസിൻ്റെ ഭാഗത്തുമാണ് നമ്മൾ 2 സ്പീക്കർ വെക്കാൻ പോകുന്നത്. അതുപോലെ 2 ഭാഗത്തും നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് നമ്മളെ സ്പീക്കർ നല്ലവണ്ണം ഉറപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ വർക്ക് ചെയ്യുന്ന സമയത്ത് എയർ അടിക്കും. അപ്പോൾ നമ്മുടെ ബോർഡുകൾ അവിടെ ഇവിടെ ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ബോർഡുകളും, അതായത് റിസീവർ ബോർഡും അതേപോലെ തന്നെ ആംപ്ലിഫയർ ബോർഡും എല്ലാം തന്നെ നമ്മൾ അതുപോലെ ബാറ്ററിയൊക്കെ നമ്മൾ ചാർജിങ് മൊഡ്യൂളൊക്കെ നമ്മൾ ഇതിൽ ഉള്ളിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും പശ വെച്ച് നമ്മൾ ഒട്ടിച്ചിരിക്കണം. നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതിനുവേണ്ടി ബെൽ ബട്ടനൊക്കെ ഒന്ന് ഓൾ ഓപ്ഷൻ ആക്കി വെക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് വർക്ക് ചെയ്യുന്ന മുമ്പ് ഇത് ഒന്ന് ഫുൾ ചാർജ് ആക്കാം. അപ്പോൾ ഇത് TP4056 എന്ന മൊഡ്യൂൾ നമ്മൾ ചാർജ് ചെയ്യുന്ന ഇതും ബാറ്ററീൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം ഞാൻ. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പവർ ഒന്ന് ഓണാക്കിയ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാം ചെറിയൊരു സൗണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കാണാൻ നമുക്ക് ഡിവൈസുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം 3.0 BT എന്നിവിടെ കാണാം ബ്ലൂടൂത്തിൻ്റെ ഇതിൽ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.